അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ ആരംഭിച്ചു. ആനയെ മയക്കാൻ 2 തവണ മയക്കുവെടി വെച്ചിരുന്നു. ഡോക്ടർ അരുൺ സഖറയുടെ നേതൃത്വത്തിലായിരുന്നു ദൗത്യം. വെടിയുതിർക്കുന്നതിന് മുമ്പ് ദൗത്യ സംഘത്തിന് നേരെ ആന പാഞ്ഞെടുത്തു. വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുകയാണ്. ആനന്ദ്, മയക്കുവെടി വെച്ച് ആന പൂർണ്ണമായും ദൗത്യ സംഘത്തിന്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ചികിത്സ ആരംഭിച്ചോ? എന്താണ് ഡോക്ടർ അരുൺ സഖറിയയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ വിലയിരുത്തൽ? നിയന്ത്രണത്തിൽ തന്നെയാണ്. ആന മയങ്ങിയിരിക്കുകയാണ്. മറ്റ് അപകടകരമായിട്ടുള്ള പ്രവണതകളൊന്നും ആന കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ചികിത്സ വളരെ എളുപ്പത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രാഥമികമായിട്ടുള്ള ചികിത്സയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഈ മുറിവിന്റെ ആഴവും അതിന്റെ മറ്റ് പ്രശ്നങ്ങളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ കാര്യങ്ങളും എല്ലാം പരിശോധന ശേഷമായിരിക്കും 2ാം ഘട്ട ചികിത്സയിലേക്ക് കിടക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു കാര്യത്തിൽ തീരുമാനമാവുക. അതെല്ലാം 1 മണിക്കൂറുകളാണ് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം തരാൻ വേണ്ടി സാധിക്കുള്ളൂ. എന്നാലും ഇപ്പോൾ അരുൺ സഖറി നേതൃത്വത്തിലുള്ള സംഘം ആനയെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. മസ്തകത്തിൽ മുറിവേറ്റ ആന കഴിഞ്ഞ 3 ആഴ്ചയായി ഈ അതിരപ്പള്ളി പ്ലാന്റേഷൻ ഭാഗത്ത് അലഞ്ഞു നടക്കുകയായിരുന്നു. ആനയുടെ ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മളടക്കമുള്ള ചാനലുകൾ പുറത്തുവിട്ടിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ വനംവകുപ്പ് ഒരു സമ്മർദ്ദത്തെ തുടർന്നുകൊണ്ട് ചികിത്സിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും ആനയെ 3 റൗണ്ടോളം മയക്കുവെടി വെച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. പക്ഷെ അത് ഔദ്യോഗിക സ്ഥിരീകരണമല്ല. എന്തായാലും ആന ഇപ്പോൾ പൂർണ്ണമായും ഈ ദൗത്യ സംഘത്തിന്, അതായത് ഈ മെഡിക്കൽ സംഘത്തിന് നിയന്ത്രണത്തിലായിരിക്കുന്നു. ആനയുടെ ചികിത്സകൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ ചികിത്സകൾക്ക് ശേഷം എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ മുറിവുണ്ടായത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതെല്ലാം തീർച്ചയായിട്ടും ഈ കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. നീലിമ, ശരി. ആനന്ദ് പുത്തൂരാണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.